മലയാള സിനിമയിലെ രണ്ട് മഹാമേരുക്കളായ മമ്മൂട്ടിയും മോഹൻലാലും വീണ്ടും വെള്ളിത്തിരയിൽ കൈകോർക്കുന്നു എന്ന വാർത്ത ആവേശത്തോടെയാണ് സിനിമാ ലോകം സ്വീകരിച്ചത്. മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന പാട്രിയറ്റ് എന്ന ചിത്രത്തിന്റെ പ്രസ് മീറ്റിൽ മമ്മൂട്ടി പങ്കുവച്ച വാക്കുകൾ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. നീയാണോ ഞാനാണോ വലുത് എന്ന് മത്സരിക്കാനല്ല ഞങ്ങൾ വരുന്നത് എന്ന മമ്മൂട്ടിയുടെ പ്രഖ്യാപനം രണ്ട് താരങ്ങളും തമ്മിലുള്ള പരസ്പര ബഹുമാനത്തിന്റെയും സൗഹൃദത്തിന്റെയും ആഴം വ്യക്തമാക്കുന്നതായിരുന്നു. ഏതാണ്ട് 19 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഇവർ ഒരു സിനിമയിൽ ഒന്നിക്കുന്നത്. തന്റെ കരിയറിലെയും മോഹൻലാലിന്റെ കരിയറിലെയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരം വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ഈ ചിത്രത്തിലേതെന്ന് മമ്മൂട്ടി ഉറപ്പിച്ചു പറയുന്നു. തങ്ങളുടെ സ്റ്റാർഡത്തേക്കാൾ ഉപരിയായി സിനിമ എന്ന കലയ്ക്കും കഥയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പരീക്ഷണത്തിനാണ് തങ്ങൾ മുതിരുന്നത്. ആരാധകർ തമ്മിലുള്ള തർക്കങ്ങൾക്കോ മത്സരങ്ങൾക്കോ അപ്പുറം മികച്ചൊരു ചലച്ചിത്ര അനുഭവം നൽകാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് താരം വ്യക്തമാക്കിയതോടെ പാട്രിയറ്റ് എന്ന ചിത്രത്തിന് മേലുള്ള പ്രതീക്ഷകൾ ഇരട്ടിച്ചിരിക്കുകയാണ്. മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് സ്ക്രീനിൽ എത്തുമ്പോൾ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഒരു വലിയ മാസ് ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളുമാണ്. എന്നാൽ പാട്രിയറ്റ് അത്തരം മുൻധാരണകളെ തിരുത്തിക്കുറിക്കുന്ന ഒന്നായിരിക്കുമെന്ന് മമ്മൂട്ടി വ്യക്തമാക്കുന്നു. മലയാള സിനിമയിൽ നമ്മൾ കണ്ടുശീലിച്ച രീതിയിലുള്ള ഒരു സ്ഥിരം മൾട്ടി സ്റ്റാർ പടമല്ല ഇതെന്ന് മമ്മൂട്ടി പറയുന്നു. രണ്ടുപേരും തമ്മിൽ വെല്ലുവിളിച്ച് ഡയലോഗുകൾ പറയുന്നതോ ഇടികൂടുന്നതോ ഒടുവിൽ മൂന്നാമതൊരാളെ തല്ലാൻ ഒന്നിക്കുന്നതോ ആയ സ്ഥിരം ചേരുവകൾ ഈ ചിത്രത്തിൽ ഉണ്ടാകില്ല. രണ്ട് മഹാൻ നടന്മാരെയും കേവലം താരതമ്യത്തിന് ഉപയോഗപ്പെടുത്താനല്ല മഹേഷ് നാരായണൻ ഈ ചിത്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. മറിച്ച് ഇതിൽ മമ്മൂട്ടിക്കും മോഹൻലാലിനും രണ്ട് ശക്തമായ കഥാപാത്രങ്ങളെയാണ് മഹേഷ് നാരായണൻ നൽകിയത്. കഥയ്ക്ക് അനിവാര്യമായതുകൊണ്ട് മാത്രം ഒന്നിച്ചെത്തുന്ന ഈ വേഷങ്ങൾ അവരുടെ കരിയറിലെ തന്നെ വേറിട്ട ഒന്നായിരിക്കും. മറ്റു ഭാഷകളിൽ നിന്ന് വരുന്ന ബ്രഹ്മാണ്ഡ മാസ് സിനിമകളെ മലയാളികൾ കൈയടിച്ച് സ്വീകരിക്കാറുണ്ട്. എന്നാൽ മമ്മൂട്ടിയും മോഹൻലാലും ഇത്തരം അതിഭാവത്വമുള്ള വേഷങ്ങൾ ചെയ്യുന്നത് മലയാളികൾ സ്വീകരിക്കില്ലെന്ന് മമ്മൂട്ടി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ തങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പക്വതയാർന്നതും ഗൗരവമേറിയതുമായ ഒരു പ്രമേയമാണ് പാട്രിയറ്റിൻ്റെത്. മഹേഷ് നാരായണന്റെ മുൻകാല ചിത്രങ്ങളിലെ പോലെ തന്നെ സാങ്കേതികമായും കഥാപരമായും വലിയ നിലവാരം പുലർത്തുന്ന ചിത്രമായിരിക്കും ഇത്. താരങ്ങളുടെ സ്റ്റാർഡത്തേക്കാൾ സിനിമയുടെ ക്രാഫ്റ്റിനും മേക്കിങ്ങിനുമാണ് അണിയറ പ്രവർത്തകർ മുൻഗണന നൽകുന്നത്. മലയാള സിനിമയുടെ മാറുന്ന ശരിയെക്കുറിച്ചും പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തെക്കുറിച്ചും മമ്മൂട്ടി പ്രസ് മീറ്റിൽ നടത്തിയ നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമായിരുന്നു. ഒരു നടനെന്ന നിലയിൽ തനിക്കും മോഹൻലാലിനും ഇത്തരം പരീക്ഷണ ചിത്രങ്ങൾ ഏറ്റെടുക്കാൻ ലഭിക്കുന്ന ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹം മനസ്സു തുറന്നു. ഞങ്ങൾ നിങ്ങളെ വളർത്തിയതല്ല, മറിച്ച് നിങ്ങൾ വളർന്നുകൊണ്ടാണ് ഞങ്ങളും വളർന്നത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ വാക്കുകൾ. സിനിമയെ ഗൗരവകരമായി കാണുന്ന ഒരു വിഭാഗം ഇവിടെ രൂപപ്പെട്ടതുകൊണ്ടാണ് പാട്രിയറ്റ് പോലെയുള്ള സിനിമകൾ ജനിക്കുന്നത്. മുൻപ് സൂപ്പർ താരങ്ങൾ ഒന്നിക്കുമ്പോൾ ആരാധകർ തമ്മിലുള്ള തർക്കങ്ങൾക്കോ അല്ലെങ്കിൽ അവർക്ക് തൃപ്തികരമായ മാസ് ചേരുവകൾക്കോ ആയിരുന്നു പ്രാധാന്യം. എന്നാൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള സിനിമകൾ കാണാൻ മാത്രം പ്രേക്ഷകർ വളർന്നിരിക്കുന്നു എന്ന ധൈര്യത്തിലാണ് ഇത്തരം പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുന്നതെന്ന് മമ്മൂട്ടി വ്യക്തമാക്കി. സിനിമയിൽ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ നടത്താനും കഥാപാത്രങ്ങളെ പുതുമയോടെ അവതരിപ്പിക്കാനും താരങ്ങളെ പ്രേരിപ്പിക്കുന്നത് പ്രേക്ഷകരുടെ മാറുന്ന താല്പര്യങ്ങളാണ്. സിനിമ ഒരു കലാരൂപമെന്ന നിലയിൽ വികസിക്കുമ്പോൾ തങ്ങളും അതിനൊപ്പം വളരാൻ ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. മലയാള സിനിമ ആഗോളതലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാലമാണിത്. ആഗോള പ്രേക്ഷകർക്ക് മുന്നിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന മികച്ച ക്രാഫ്റ്റുള്ള സിനിമകൾ നൽകുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേവലം രണ്ട് സൂപ്പർ താരങ്ങളുടെ സംഗമം എന്നതിലുപരി മലയാള സിനിമയിലെ ഇന്നത്തെ മുൻനിര അഭിനേതാക്കളുടെ ഒരു വലിയ നിര തന്നെ ഈ ചിത്രത്തിനായി അണിനിരക്കുന്നുണ്ട്. ഇത് സിനിമയുടെ മാറ്റും പ്രേക്ഷകരുടെ ആവേശവും വർദ്ധിപ്പിക്കുന്നു. 2008 പുറത്തിറങ്ങിയ 2020 ശേഷം മമ്മൂട്ടിയും മോഹൻലാലും പൂർണ്ണരൂപത്തിൽ സ്ക്രീനിൽ ഒന്നിക്കുന്ന ചിത്രമാണ് പാട്രിയറ്റ്. ഇത്രയും നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇരുവരും ഒന്നിക്കുമ്പോൾ അത് ചരിത്രപരമായ ഒരു നിമിഷമായി മാറും. സൂപ്പർ താരങ്ങൾക്കൊപ്പം മലയാളത്തിന്റെ പ്രിയ താരങ്ങളായ ഫഹദ് ഫാസിലും കുഞ്ചാക്കോ ബോബനും ചിത്രത്തിൽ അതിപ്രധാനമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങളായിരിക്കും ഇവർ അവതരിപ്പിക്കുക എന്ന് മമ്മൂട്ടി സൂചിപ്പിച്ചിട്ടുണ്ട്. ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളും വലിയ കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ളവരാണെങ്കിലും എല്ലാവരുടെയും കഥാപാത്രങ്ങളുടെ കരുത്ത് നോക്കിയാണ് തിരഞ്ഞെടുത്തത്. താരമൂല്യം വെറുതെ പ്രദർശിപ്പിക്കാനല്ല, മറിച്ച് സിനിമയുടെ ക്രാഫ്റ്റിന് അനുയോജ്യമായ രീതിയിൽ അവരെ ഉപയോഗപ്പെടുത്താനാണ് സംവിധായകൻ മഹേഷ് നാരായണൻ ശ്രമിച്ചിട്ടുള്ളത്. മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെയുള്ള വലിയൊരു താരനിരയെ ഒരേ ഫ്രെയിമിൽ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ട കൃത്യമായ ബാലൻസിംഗ് മഹേഷ് നാരായണന്റെ സംവിധാനത്തിൽ സുരക്ഷിതമായിരിക്കുമെന്ന് സിനിമാ ലോകം വിലയിരുത്തുന്നു. ഒരു ആഗോള നിലവാരത്തിലുള്ള സിനിമയായിരിക്കും പാട്രിയറ്റ് എന്ന് അണിയറ പ്രവർത്തകർ നൽകുന്ന സൂചന. മമ്മൂട്ടിയുടെ വാക്കുകൾ നൽകുന്ന ആത്മവിശ്വാസം മലയാള സിനിമയെ പുതിയൊരു കാലഘട്ടത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മത്സരങ്ങൾക്കും സ്റ്റാർ വാറുകൾക്കും അപ്പുറം കലയ്ക്കും സിനിമയ്ക്കും പ്രാധാന്യം നൽകുന്ന ഇത്തരം പ്രോജക്റ്റുകൾ മലയാള സിനിമയുടെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കാൻ സഹായിക്കും. മോഹൻലാലും മമ്മൂട്ടിയും ഫഹദും ചാക്കോച്ചനും ഒരുമിച്ചെത്തുന്ന ആ കാഴ്ചയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.